ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് പ്രൊപ്പഗേറ്റ് ചെയ്യണ ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അത് നിങ്ങൾ എൻ്റെ ബാക്കിൽ കാണുന്നത് ഞാൻ കവറിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന ചെടികളാണ്. അതുപോലെ തന്നെ ഞാൻ മണ്ണ് പാകപ്പെടുത്തി എടുക്കുന്നത് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു 10 ദിവസം മുമ്പ് കുമ്മായി വിട്ട് ഇതാക്കി പാകപ്പെടുത്തി എടുത്തിരുന്ന മണ്ണാണത്. അത് പുട്ടുപരുവത്തിലാക്കി എടുക്കും. നമ്മൾ ഡെയിലി മണ്ണ് നനച്ചു കൊടുത്തോണ്ടിരിക്കണം. തുടർന്ന് വീഡിയോ കാണാം. അതായത് ഗ്രൗണ്ട് ഓർക്കിഡ് ഇതിപ്പോ ഇതിനു മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ഫ്ലവർ നിറച്ചിട്ടുണ്ടായത്. അതൊക്കെ ഇപ്പോൾ ഫ്ലവറിന്റെ സമയം കഴിഞ്ഞ് ഇതിപ്പോ റീപോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇത് വലിയൊരു ചട്ടിയിലേക്ക് മാറ്റി വെക്കുക, എന്താണെന്ന് വെച്ച് ചെയ്യണം. അതിനുശേഷം വളം ഇട്ട് കൊടുക്കണം, എന്നാലും വീണ്ടും ഫ്ലവർ ഉണ്ടാവും. അതുപോലെ ഇതും ഒരുപാട് തൈകളായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഇതാണ്, ഈ പോട്ടിലാണ്. അതാകെ നിറഞ്ഞിരിക്കും. അപ്പൊ ഇതൊരു റീപോർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ഇങ്ങനെ ചട്ടീനെ പ്രസ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇളക്കം വരും. അതിനുശേഷം വലിച്ചെടുത്താൽ മതി. ഇതേപോലെ വലിച്ചെടുക്കാം. അതിനു മുമ്പ് കുറച്ച് നനച്ചിട്ട് ആണിത് ചെയ്യണമെങ്കിൽ നന്നായിരിക്കും. ഇതിപ്പോൾ വെള്ളീച്ച ഉണ്ട്. വെള്ളീച്ചയൊക്കെ ഇങ്ങനെ കൈ കൊണ്ട് തന്നെയാണ് കളയാറ്. മരുന്ന് കീടനാശിനിയൊന്നും അടിക്കാറില്ല. വെള്ളീച്ച കാണാൻ വരും. വെള്ളീച്ച ആണെങ്കിൽ നമ്മൾ കൈ കൊണ്ട് തുടക്കത്തിൽ തന്നെ അതിനെ അടർത്തി കളയുകയാണെങ്കിൽ കൈ കൊണ്ട് നമ്മൾ വെള്ളത്തിൽ കൈമുക്കിയിട്ട് കൈ കൊണ്ട് തുടച്ചാൽ മതി. അപ്പോൾ വെള്ളീച്ച പോയിക്കോവും. ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണ്. ഇതില് വെള്ളീച്ച ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ റെഡിക്കളയണം. ഞാനല്ലാതെ വേറെ കീടനാശിനിയൊന്നും അടിക്കാറില്ല. ഇത് നമുക്ക് ഒരുപാട് പ്ലാൻ ഉണ്ട് ഇതില്. ഇപ്പൊ ഞാൻ അങ്ങനെ ഒരുപാടായിട്ട് വേർതിരിക്കുന്നില്ല. ഒരു 2 പോട്ടിലാക്കാൻ പാകത്തിന് ഇത് എടുക്കുന്നുള്ളൂ. ആണോ, ഇതിനെയുണ്ട്. ഇത് ഒരുപാട് പ്ലാന്റ് ഉണ്ട്. ഇതിപ്പോ നമുക്ക് വെള്ളത്തിലും വെക്കാം. ഇത് ഞാൻ വെള്ളത്തിൽ വെച്ചിരിക്കുന്ന വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവര് വീഡിയോ കാണാൻ മറക്കരുത്. അപ്പൊ ഇതൊരു പീസ് ഞാൻ വെള്ളത്തിൽ വെക്കാന്ന് ഓർത്തിരിക്കുക. വീണ്ടും ഓൾറെഡി വെള്ളത്തിൽ വെച്ചിരിക്കുന്ന ഒരു ഗ്രൗണ്ട് ഓർക്കിഡാണ്. നന്നായിട്ട് വേരൊക്കെ പിടിച്ചിരിക്കുന്നതാണ്. വെള്ളത്തിൽ വെച്ചതിന് ശേഷമാണ് ഈ വേര് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വളർത്തി നോക്കണം. പക്ഷെ ഫ്ലവർ ഉണ്ടാകണമെങ്കിൽ നല്ല വെയില് കിട്ടണമെന്ന് എനിക്ക് തോന്നുന്നു. വെള്ളത്തിൽ വെച്ചിരിക്കുന്ന 10 മണിച്ചെടി, അതുപോലെ തന്നെ ജനലിന്റെ സൈഡിലൊക്കെ വെച്ചിരിക്കുന്ന നല്ല വെളിച്ചമുണ്ട്. അതിലൊക്കെ ഫ്ലവർ ഉണ്ടായിട്ടുണ്ട് 10 മണിച്ചെടിയിലൊക്കെ. അപ്പൊ നമ്മള് മറ്റുള്ള വീഡിയോയിൽ പറയുന്ന പോലെ അത് തന്നെ പോട്ട് എടുക്കുമ്പോൾ ഉള്ളിൽ ഹോളില്ലെങ്കിൽ അവർ ഹോളിനുള്ള ഒരു സജ്ജീകരണം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു കത്തി കൊണ്ട് വെറുതെ ഇങ്ങനെ കുത്തിയാൽ മതി. കണ്ടോ, തിരിച്ചാൽ മതി. അത് ഹോളായി. അവിടെ ഒരു ഹോള് വന്നു. ഇതേപോലെ ഹോള് ഇടാവുന്നതാണ് ഹോളില്ലെങ്കിൽ. ഇപ്പൊ അടുത്തൊരു ഹോളായി. 2-3 ഹോള് മതി. എത്ര വേണേലും ഇടാം. അതില് ഈ പോട്ട് ഹോൾ എത്ര വേണേലും ഇടാവുന്ന ടൈപ്പാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ 4 ഹോളേ ഇടുന്നുള്ളൂ. മെയിനായിട്ട് ഈ വീഡിയോ എടുക്കാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ മിക്കവർക്കും ഉള്ളൊരു അനുഭവമാണ്. ചട്ടി നമ്മുടെ കറുത്ത ഉറുമ്പില്ലേ, അതിന്റെ ശല്യമാണ് മിക്ക ഇടങ്ങളിലും. അടിയിൽ കൂടെ ഉറുമ്പ് കയറും. അപ്പൊ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കല്ല്
നിരത്തിയതിന് ശേഷം കുറച്ച് മണ്ണിടാം, വളമൊന്നും ചേർക്കാത്ത മണ്ണിടാം. അതിനുശേഷം മാത്രം നിങ്ങൾ വളം മിക്സ് ചെയ്ത മണ്ണും ഇതും കൂടി ഇതിൻ്റെ ചുറ്റും ഇട്ട് കൊടുക്കാവുള്ളൂ. അങ്ങനെ ഇതൊരു പ്ലാന്റായിട്ട് നമുക്ക് വളർത്താം. അപ്പോൾ ഉറുമ്പിൻ്റെ ശല്യം ഇല്ലായിരിക്കാനാണ് ഇവിടെ ചെയ്യണം. പിന്നെ ഞാൻ ഇതേമാതിരി തൊണ്ട്, വീട്ടിലെ തേങ്ങയുടെ തൊണ്ടാണ്, അത് ഇതേമാതിരി പീസാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ പീസാക്കി വെക്കാം. കഴുകി വൃത്തിയാക്കി, കഴുകി ശരിക്കും ഉണങ്ങിയതിന് ശേഷം വേണം ഇത് നമ്മൾ ഇങ്ങനെ എടുക്കാൻ. നമ്മൾ മറ്റേ ഓർക്കിഡിനൊക്കെ നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഗ്രൗണ്ട് ഓർക്കിഡിനും ചേർക്കാം, പക്ഷെ അതിൻ്റെ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഗ്രൗണ്ട് ഓർക്കിഡിന് അതുപോലെ എല്ലുപൊടി, കൗഡങ്ക് കുറച്ച് ഇട്ട് കൊടുക്കാം, മണ്ണിൻ്റെ കൂടെ ബോൺ മീൽ കുറച്ച് ഇട്ട് കൊടുക്കാം. അതുപോലെ നീമിക്കൊക്കെ കുറച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്ത വളം ആദ്യം കല്ല് ഇട്ടതിന് ശേഷം അതിൻ്റെ പുറത്ത് നമ്മൾ കുറച്ച് മണ്ണ് വെറുതെ ഇടാം. പിന്നെ കരിയില ഇട്ടാൽ നന്നായിരിക്കും. കരിയില നമുക്ക് ഇതെല്ലാം ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കണം. നമ്മൾ ചെടി വളർത്തുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ ഇതെല്ലാം എപ്പോഴും റെഡി ആയിരിക്കണം, അല്ലെങ്കിൽ പിന്നെ ആ സമയത്ത് നമ്മൾ ഓടി നടക്കണ്ട. കരിയില വേണമെങ്കിൽ ആ മണ്ണ് ഇട്ട് കൊടുത്തതിന് ശേഷമേ കരിയില ഇടാവുള്ളൂ. ആദ്യം കല്ലിടുക, അതിനുശേഷം മണ്ണിടുക, കുറച്ച് മണ്ണിടുക, അതിനുശേഷം കരിയില കുറച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് വേരോട്ടവും പിന്നെ ഇത് വളമായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഈ രീതി നിങ്ങൾ അവലംബിച്ച് കഴിഞ്ഞാൽ അടിയിൽ കൂടെ ഉറുമ്പും കയറില്ല, പ്ലാന്റുകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും. അപ്പോൾ ഓർക്കിഡ് എന്നെ കുറിച്ച് ഇത്ര എനിക്ക് പറയാനുള്ളൂ റിപ്പോർട്ട് ചെയ്യണ വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരുന്നതാണ്. ബൈ.